ജാക്കി വെച്ച് ഉയർത്തുന്ന കെട്ടിടം കാണികൾക്ക് കൗതുകമാകുന്നു. തൃപ്പൂണിത്തുറ ശാസ്താ ലൈനിലെ ഗോകുലം വീടാണ് ജാക്കി ഉപയോഗിച്ച് 4 അടിയോളം ഉയർത്തി സ്ഥാപിക്കുന്നത്. ജാക്കി കൊണ്ട് വാഹനങ്ങൾ മാത്രമല്ല വീടുകളും പൊക്കി മാറ്റിവെക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരുപറ്റം തൊഴിലാളികൾ. കടവന്ത്രയിലെ EDSS എന്ന സ്ഥാപനത്തിലെ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലാണ് വീടുകൾക്ക് ചികിത്സ നടത്തുന്നത്. പുതിയ വീടുകൾ തൊട്ടടുത്ത് ഉയർന്നു വരുമ്പോൾ വെള്ളക്കെട്ടിൽ വലയുന്നവർക്ക് ഒരു സഹായമാണ് ഈ ജാക്കി കൊണ്ടുള്ള ഈ പ്രവർത്തനം. വീടുകളുടെ ഒരു വശം ചരിഞ്ഞാലും തറയ്ക്ക് പൊക്കക്കുറവോ ബലക്ഷയമോ ഉണ്ടെങ്കിലും പുതിയ തറയിടുവാനും ഈ രീതിയിലുള്ള ജാക്കി കൊണ്ട് ഉയർത്തുവാൻ പറ്റും. കൂടാതെ റോഡ് വൈഡനിങ്ങിനോടനുബന്ധിച്ച് പുറകിലേക്ക് വീട് മാറ്റിവെക്കണമെന്നുണ്ടെങ്കിൽ ഈ ജാക്കി പ്രയോഗം കൊണ്ട് സാധിക്കുമെന്ന് സ്ഥാപന ഉടമ ജോസ് ഫ്രാൻസിസ് പറഞ്ഞു. ഈ ബിൽഡിംഗ് ലിഫ്റ്റ് ചെയ്യുന്നതിന്റെ 3 ഡൊമൈൻസ് ആണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ഒന്ന് ബിൽഡിംഗ് ലിഫ്റ്റ് ചെയ്യാം, അതായത് ഇപ്പോൾ റോഡ് പൊങ്ങിപ്പോയി അല്ലെങ്കിൽ ഫൗണ്ടേഷൻ നമ്മൾ റോഡ് പൊങ്ങി പോകുമ്പോഴേക്കും വെള്ളക്കെട്ട് കാരണം മിറ്റം എല്ലാം മണ്ണിട്ട് പൊക്കുന്ന പ്രതീതിയുണ്ട്. അതല്ലെങ്കിൽ തൊട്ടടുത്ത പ്ലോട്ട് പണിയുമ്പോൾ മണ്ണിട്ട് പൊക്കിയിട്ടാണ് വീണ്ടും ഒരു പണിയുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കെട്ടിടം പൊക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തത് പൈല് ചെയ്തിട്ട് കെട്ടിടം ചിലപ്പോൾ ചെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പൈലിംഗ് കംപ്ലൈന്റ് ആയാൽ. അപ്പോൾ അത് നമുക്ക് റീഅലൈൻ ചെയ്യുന്ന പരിപാടിയുണ്ട്. അതുപോലെ റോഡ് വീതി കൂട്ടുമ്പോൾ ഇപ്പോൾ കെട്ടിടം പൊളിക്കേണ്ട ആവശ്യം വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുറകിൽ സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ കെട്ടിടം തള്ളി മാറ്റി വെക്കാം, അതിൽ വേണമെങ്കിൽ തിരിച്ചു വെക്കാം, അല്ല എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിലിപ്പോൾ കെട്ടിടത്തിൽ നമുക്കൊരു പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ എന്ത് വേണമെങ്കിലും ഇപ്പോൾ അഡീഷൻസോ അല്ലെങ്കിൽ ഡിലേഷൻസോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കെട്ടിടത്തിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഈ ചെയ്യുന്ന വർക്കിനെ നമ്മൾ വർക്ക് ചെയ്യുന്ന അന്ന് തൊട്ട് ഈ കെട്ടിടത്തിന് ഇൻഷുറൻസിന്റെ പരിരക്ഷയുള്ളതാണ്. അതായത് ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റി എന്ത് വന്നാലും ഉടമസ്ഥന് ഓൺ ദ സേഫർ സൈഡാണ്. തൃപ്പൂണിത്തുറ ശാസ്താ ലൈനിലെ ഗോകുലം വീടാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓഫീസിൽ പോയി അവരെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പിന്നെ അവർ പണി ചെയ്ത 3-4 വീട് കാണണമെന്ന് പറഞ്ഞു. അത് അവർ അഡ്രസ്സ് തന്നു. അവിടെ പോയി ഞാൻ വീടുകളൊക്കെ കണ്ടു. എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ അതിനുശേഷം കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു. വിത്തിൻ 3 months ടൈം അവർ കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഏറ്റു. വർക്ക് ആരംഭിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി. ഗോകുലം വീട് നിലവിലുള്ളതിലും 4 അടിയാണ് ഉയർത്തുന്നത്. ഹരിയാന ആസ്ഥാനമായ കമ്പനിയിലെ തൊഴിലാളികളാണ് ഇവിടെ വീട് ഉയർത്തുന്ന ജോലി ചെയ്യുന്നത്. ഇരുനില വീട് ജാക്കിപ്പുറത്തിരിക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ R. വേണുഗോപാൽ അടക്കമുള്ളവർ കാണാൻ എത്തിയിരുന്നു. പുതിയ കെട്ടിടങ്ങൾ വരുമ്പോൾ ഭൂപ്രകൃതിയെ നോക്കിയിട്ടല്ല കെട്ടിടം പണിയുന്നത്. ആ നിലയിൽ പണിതിരുന്നെങ്കിൽ ഇങ്ങനെ ഇത് പണിയേണ്ടി വരില്ല. പ്രകൃതിക്ക് മാറ്റമില്ലാതെ 1/4 ഇത് ചെയ്യേണ്ടതായിരുന്നു. അതില്ല. നമ്മുടെ ബിൽഡിംഗ് റൂളിൽ അതൊരു വലിയ പോരായ്മ. മെട്രോ റെയിലിന് വേണ്ടി മുൻഭാഗത്ത് സ്ഥലം എടുത്തു പോകുമ്പോൾ വീട് പിന്നിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സേവനം ലഭ്യമാണ്.